നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ലോകമെങ്ങും പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്ക, ഹോളണ്ട്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, പോളണ്ട്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ വിവിധ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലല്ല ഇതൊക്കെ നടക്കുന്നത്, മറിച്ച് ജനങ്ങൾ ഏറ്റെടുത്ത് ഓരോ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അത് എല്ലാം തന്നെ സംഘർഷത്തിൽ കലാശിക്കുന്നു. നിരവധി രാജ്യങ്ങളിൽ സംഘർഷം തുടരുകയാണ്. ചില രാജ്യങ്ങളിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം ഫ്രാൻസിലാണ്. അവിടെയും ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയുടെ നേതൃത്വത്തിലൊന്നുമല്ല സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ വിദേശികളെ പുറത്താക്കുക, ഓക്കെ, അത് തന്നെ ഒരു പ്രത്യേക വേർഷനുണ്ട്. ചില പ്രത്യേക ജനവിഭാഗങ്ങൾക്കെതിരെ പലയിടത്തും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ വിയറ്റ്നാമിൽ 86 ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ. ജപ്പാനിൽ കടം കയറി ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭരണാധികാരികൾ ഓരോരുത്തരായിട്ട് രാജിവെച്ച് പിന്മാറുന്നു. അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ നടക്കുകയാണ്. അമേരിക്കയിലും പല സിറ്റികളിലും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിങ്ങൾക്കറിയാം, ഏതാണ്ട് ഈ വലതുപക്ഷ തീവ്രവാദികൾ വംശീയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കിയാണ്. അതുപോലെ തന്നെ ഹോളണ്ട്, അതായത് നെതർലൻഡ്സ്, ഓസ്ട്രേലിയ, ഫിലിപ്പീൻസ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി രാജ്യങ്ങളിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഭീകരമായ ഒരു സത്യം എന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ആർക്കും അറിയില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും കടം കയറി മുടിഞ്ഞ രാജ്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനം ജപ്പാനാണ്. ജപ്പാൻ്റെ മൊത്തം കടം 1000 ലക്ഷം കോടി രൂപയാണ്. അതിൽ കൂടുതലാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1096 ലക്ഷം കോടി രൂപ. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 294%, 90 പാടുള്ളൂ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 100 രൂപ കയ്യിലുള്ളവൻ ഒരിക്കലും 90 രൂപയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ല. അത് തമ്മിലുള്ള കടവും ഈ വരുമാനവും തമ്മിലുള്ള ആ റേഷ്യോ, വരുമാനത്തിന് ശാസ്ത്രീയമായ രീതിയിൽ GDP എന്ന് നമുക്ക് പറയാം. GDPക്ക് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. എങ്കിലും പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഉൽപ്പാദനം, വരുമാനം ഒരു രാജ്യത്തിൻ്റെ, അത് ഒരു പ്രത്യേക കാലയളവിൽ, അത് ഒരിക്കലും അതും GDPയും കടവും തമ്മിലുള്ള റേഷ്യോ, ഡെപ്റ്റും തമ്മിലുള്ള റേഷ്യോ, അനുപാതം ഒരിക്കലും 90% കൂടാൻ പാടില്ല. ഇന്ത്യയുടെ ഉൾപ്പെടെ 90% മേളിലാണ്. ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ 328% കടന്നു. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടാണ് ഞാൻ ഈ പറയുന്നത്. അനൗദ്യോഗികമായിട്ട് 370 കവിഞ്ഞിരിക്കുന്നു. 370% കവിഞ്ഞിരിക്കുന്നു ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ. അത് 90 പാടുള്ളൂ. അതിൻ്റെ 4 ഇരട്ടി ലോകം
കടമെടുത്തു കഴിഞ്ഞു, ലോകരാജ്യങ്ങൾ കടമെടുത്തു കഴിഞ്ഞു. ഇതൊന്നും പരിഹരിക്കാൻ ആർക്കും ഒന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾക്കറിയാവും. നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, ഞാൻ പറയും. അവിടാണ് പ്രശ്നം. ഞാനെൻ്റെ ആശയങ്ങളൊക്കെ പറയുമ്പോൾ ബോറടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ മൊത്തത്തിൽ ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊരു പരിഹാരം പറയൂ. നിങ്ങൾ ഒരെണ്ണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഇപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം ആർക്കും അറിയില്ല, നിങ്ങൾക്കറിയില്ല. ഓക്കെ, 2000 സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ച എൻ്റെ ഒരു ആശയമുണ്ട്, കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ഒരെണ്ണം. അത് യൂട്യൂബിൽ നിങ്ങൾ മലയാളത്തിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ അല്ലെങ്കിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോകൾ കിട്ടുന്നതാണ്. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. അതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ ചിലരൊക്കെ പറഞ്ഞേക്കുന്നത് കറൻസി രഹിത വ്യവസ്ഥ മിണ്ടിപ്പോരുന്നതാണ്. ഈ 100% പേരും, അതായത് ഈ എന്നെ വിമർശിക്കുന്ന 100% ആൾക്കാരും കറൻസി രഹിത വ്യവസ്ഥ മിണ്ടിപ്പോരുതെന്ന് പറയുന്ന 100% പേരും അതെന്താണെന്ന് പഠിച്ചിട്ടില്ല. കറൻസി രഹിത വ്യവസ്ഥ എന്താണെന്ന് അറിയാതെ, അത് പഠിക്കാൻ ശ്രമിക്കാതെ, ശാസ്ത്രീയമായി വിശകലനം ചെയ്യാതെയാണ് എന്നെ വിമർശിക്കുന്നവർ. അതുകൊണ്ട് ഞാനതിന് പുല്ല് വില കൽപ്പിക്കുന്നുള്ളൂ. പക്ഷേ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും സംസാരിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ കഴിവുള്ളവർ 2000 സാമ്പത്തിക വിദഗ്ധർ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കറൻസി രഹിത വ്യവസ്ഥ, അതിൻ്റെ വീഡിയോസ് പലതും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്, മറ്റ് പ്രൊഫസർമാരും ചെയ്തിട്ടുണ്ട്, സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. തൽക്കാലം പ്രക്ഷോഭങ്ങൾ പടരുകയാണ്. ഈ പ്രക്ഷോഭങ്ങൾ പടർന്നാൽ രാജ്യങ്ങൾ കൂടുതൽ അധോഗതിയിലേക്ക് പോവും. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും മാത്രമല്ല കേരളത്തിലും വരും. കേരളത്തിലിപ്പോൾ എല്ലാവരും സമാധാനമായിട്ടൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ കേരള ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ കടം കിട്ടാത്ത അവസ്ഥ വരുമോ? ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 294%. അവർക്ക് കടം $12 ട്രില്യൺ കൂടുതലായി. അവരുടെ GDP വെറും $4.2 ട്രില്യൺ മാത്രമാണ്. അങ്ങനെ ഇപ്പോൾ ജപ്പാൻ ആരും കടം കൊടുക്കാതായി. ഓക്കെ, അങ്ങനെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അപ്പം ജപ്പാനെ പോലെ ഘനഗംഭീരമായ ഒരു രാജ്യത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരാമെങ്കിൽ ലോകമെല്ലാം തകരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലേക്കും അത് പതുക്കെ അടിവെച്ച് വരും. എന്തായാലും ഞാൻ മുന്നോട്ട് വെച്ച ഈ വിഷയം ദയവായി നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി, ശല്യം ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ വരും. ഓക്കെ, താങ്ക് യു.